ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു കാട്ടുമുക്കിലാണ് നിൽക്കണ കണ്ടില്ല. അടിപൊളി തോടും പാടവും ഒക്കെയുള്ള വളരെ ഭംഗിയുള്ള ഒരുപാട് ഓർമ്മകൾ. ഇന്റെ ഭഗവാന്റെ അല്ലട്ടോ, ഇന്റെ അതിനൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ വന്നിക്കണ ഞങ്ങൾക്ക് വേറെ തോടില്ല. ഞാന് കുറുകപാടത്തല്ലേ അവിടെ തോടില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിക്കണത് ഇപ്പയും അനിയത്തിയാളൊക്കെ കൂടി ഗ്രൂപ്പിൽ ഇങ്ങനെ ഇവിടെ വന്നുകാണ്ട് വീഡിയോ എടുത്ത് കാണാൻ വിട്ടിക്കണ കേട്ടാ. അപ്പത്തേന്റെ മക്കൾക്ക് കണ്ടപ്പോ അമ്മ നമ്മളും പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ അവര് പോയി. അവര് ഇപ്പൊ ഒരു മീൻ പിടിക്കാനുള്ളൊരു സിസ്റ്റം ഒരു വല കെട്ടി വെച്ചിട്ടാണ് പോയി. രാത്രി വന്നിട്ട് ആളത് എടുക്കും. അപ്പോൾ ആൾക്ക് അതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. നമ്മളെ ചെറുതായെന്ന് മുതലേ മീൻപിടുത്തം അതിന്റെ ഒക്കെ ആൾക്കാരാണ്. എനിക്കൊന്നും ഇപ്പൊ അതിമന്ന് വിട്ടാറ് ഞാനും അതിന്റെ ഒക്കെ മീൻ പിടിക്കാൻ ഉഷാറായിരുന്നു. അതെ, പറഞ്ഞോ. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇങ്ങോട്ട് വന്നാണ് കുട്ടികളായിട്ട്. തോട് ഇവിടെ ഒരു പാടൊക്കെ ഒന്നായി തുടങ്ങി. ഒന്നായിട്ടില്ല, പക്ഷെ ഏകദേശം നല്ല വെള്ളം നിറഞ്ഞിരിക്കണം. അപ്പൊ മക്കൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചാണ് വന്നതാണ്. ഇന്നത്തെ മഴ അടിപൊളി മഴ. ആ മഴയോട് കൂടെ എത്രയും വെള്ളം ആയിട്ടുള്ളത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. അപ്പൊ ഇന്ന് ഫുള്ള് ഉച്ച വരെ പെരുമഴയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ്റാണ്ടുകൾ, എത്ര ഉണ്ടാവും പഴക്കം, പതിറ്റാണ്ട് പഴക്കമുള്ള ഒരുപാട് വർഷം ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ ഇവിടെ കാളപ്പൂട്ട് നടന്ന സ്ഥലമാണ്. കാലടി മമ്മൂദ് സാഹിബിന്റെ അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ കാളപ്പൂട്ട് നടന്നിരുന്ന സ്ഥലമാണിത്. ആ കാളപ്പൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നിങ്ങളെ ഷെയറും കമന്റ് ലൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ മുന്നോട്ടുണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിത് ഇങ്ങനെ പോകട്ടെ. തേങ്ങ ഒക്കെ ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ. റോഡിന്റെ വരമ്പത്തിൽ കൂടി ഇതാ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവൻ തേക്കി പിന്നെ നോക്കണം കേട്ടോ. അധികം കണ്ടിട്ടില്ല. അപ്പൊ ഇന്നത്തെ മഴ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒലിച്ച് വന്നിട്ടുണ്ട്. നല്ല വെള്ളമുണ്ട്. ചെരുപ്പൊക്കെ പോണ പൊന്നൂന്റെ ചെരുപ്പാ നോക്കി നടക്കുമ്പോ പേടിയാവുന്നു. ഇവിടെ പൊന്നു നടന്ന സ്ഥലാണ്. അമ്മ നമ്മുടെ പ്രവാസികൾക്കൊക്കെ തോട്ടിലെ വെള്ളം കാണാൻ പറ്റില്ല. അവിടെ തേക്കല്ലിട്ട് ഇവിടെ തേക്കൂട്ടാ. മെല്ലെ പോയിക്കോളൂ. മോനിച്ച് പിടിച്ചോണ്ട് ഞാൻ ചാടും. എനിക്ക് ഐഡിയ ഉണ്ട്. എനിക്ക് പേടിയാണ്. പൊന്നോ പേടിയാവുന്നു. ഇവിടെ ഈ വീട്ടിലെ പാലം നോക്കില്ലേ, ഈ പാലത്തും കൂടി വീട്ടിൽ പിന്നെ കയറല് മഴക്കാലായ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തതിനുള്ള തോടാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയുണ്ട് എന്നറിയാം. ഇന്നത്തെ മഴയിൽ ഇഷ്ടം പോലെ വെള്ളം കൂടിയിട്ട് നല്ല ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. പിന്നെയും ഒഴുകി. അപ്പോൾ ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട് ഇന്നത്തെ മഴ എന്ന് വെച്ചാൽ. ഇപ്പം അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു മഴ അത്ര സ്ട്രോങ് ആയിട്ട് പെയ്തിട്ടില്ല. ഇതാ പൊന്നു ഇവിടെ തോട്ടിലിങ്ങനെ എറിഞ്ഞാണ്ടൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ആള് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുണ്ടൻകണ്ടം എന്നാണ് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറയല്. കുണ്ടൻകണ്ടം എന്ന് പറഞ്ഞാൽ ഈ കണ്ടത്തിന് ഞങ്ങൾ പറഞ്ഞില്ല ഈ തൊടി, അതേ പാടത്തിൻ്റെ കഷ്ണം എന്ന് പറയില്ല, അതിന് കുണ്ടൻകണ്ടം എന്നാണ് ഞങ്ങൾ പറയാറ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ല പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാളപൂട്ടുകൾ, വലിയ കാളപൂട്ട് മത്സരമൊക്കെ ഇതിലാണ് നടന്നിരുന്നത്. ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ വേനൽക്കാലത്ത് ഇപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഫുട്ബോൾ കളിച്ചിരുന്നൊക്കെ സ്ഥലമാണിത്. ഇപ്പോൾ മൊത്തം വെള്ളമായിട്ടുണ്ട്. ഇതാ മോൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അത്രയും വെള്ളമുള്ളൂ. അതായത് ഇത് ഇങ്ങനെ വലിയ ഒഴുക്കൊന്നുള്ള സ്ഥലമല്ല. കുട്ടികൾക്ക് ഇറങ്ങി കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഒലിച്ചു പോകില്ലേ. പിന്നെ ഈ കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല, മീൻ പിടിക്കാൻ വല ഇട്ട് പോയതാണ്. ഇതാ കാണുന്നത്, മീൻ പിടിക്കാൻ വല ഇട്ട് പോയതാണ് ഈ കാണുന്നത്.
ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഉപ്പ ഇവിടുന്ന് പോയത് കേട്ടോ. ഉപ്പയും അതുപോലെ തന്നെ ഇവിടെ അനിയത്തിയും ഒക്കെ വന്നിരുന്നു. ആളുകൾ ഇത് മാളൂന് ചെറിയ ഒരു ടെൻഷൻ ഓല് പോയതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവും, അവൾക്ക് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ പോന്നാണ്. കാരണം ആ പഴയ ഓർമ്മകൾ ഒന്നിച്ച് ഉപ്പാൻ്റെ കൂടെ ഒക്കെ ഇവിടെ വന്നുകൊണ്ട് ഒരുപാട് കളിച്ചിരുന്നൊക്കെ സ്ഥലമാണ്. അതുപോലെ തന്നെ അല്ലേ ഉപ്പ പശുവിനെ കെട്ടുമ്പോഴൊക്കെ പണ്ടത്തെ കാലത്ത് അതേ മാള് പറയാണ് ഉപ്പ പശുവിനെ കഴിയുമ്പോത്തിന് ഇവളെന്ത് ചെയ്യുമല്ലോ നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ അതെ അതെ ഒരുപാട് ഓർമ്മകളുണ്ട്. അതുപോലെ തന്നെ ഈ തോട്ടിന്റെ കാര്യം തേങ്ങ പോകുന്നിട്ടാ ഇതാ പോണ തേങ്ങ അവിടെ വല ഇട്ടുകൊണ്ട് തേങ്ങ പിടിക്കേണ്ട ഒരു പാവപ്പെട്ട വീട്ടുകാരനെ ഇങ്ങനെ പോയിട്ട് ആ പാലം അവിടെ പോയി കേറും. അവിടെ പോയിട്ട് കേറൂല. അപ്പൊ കണ്ടില്ലേ മാളും ആ തലക്ക മാളുവിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടി ആ തലക്ക ചാടിയിട്ട് ഈ വെള്ളത്തോടുങ്ങനെ ഇങ്ങനെ പോയിട്ട് അവിടെ ലാസ്റ്റ് പോയിട്ട് കയറുന്നാ പറഞ്ഞത്. അപ്പോൾ തികച്ചും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ തന്ന ഒരു പാടമാണിത്. അതുപോലെ തന്നെ ഈ കുണ്ടംകണ്ടം എന്നൊക്കെ പറയുന്നത് അതെ നമ്മുടെ കണ്ടെന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ, അതിന്റെ ഉചിതമാവുള്ളൂ. അപ്പൊ ഇവിടെ മോനോ എന്താ പണി? അപ്പോൾ പോയി നോക്കിട്ടാ. അപ്പോൾ ഇവിടുത്തെ അവിടെ ഒരു അടിപൊളി കുളം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പം ഈ കൂടെ പോകാൻ കഴിയൂലല്ലേ. ആ കുളത്തിന് എന്താ പറയാ ഇല്ലത്തെ കുളം അല്ലേ? അത് വേറെ ഒരു ചെറിയ പള്ളിയൊക്കെ ഉള്ളേ. അപ്പോൾ ഈ രണ്ട് വീടുകളൊക്കെ ഇവിടെ തൂർത്തിട്ട് ഇവിടെ വീട് വെച്ചതാണ്. ഇതൊക്കെ ശരിക്കും പാടായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാത്തുണ്ടല്ലോ. ഇവിടെ ടോട്ടല് കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള നല്ല അടിപൊളി പച്ച പുതച്ച് കിടക്കുന്ന നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു കാലത്ത് കാളപ്പൂട്ടിനെ ആളുകൾ നാനാ ഭാഗങ്ങളിൽ നിന്ന് പാടയിന്ന് ആ വീടിനോടത്തൊക്കെ തൂർത്താണ്. വെള്ളം കയറും അല്ലേ? അപ്പോൾ പിന്നെയും ഒഴുകി എന്ന് പറയും പോലെ അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കുപ്പി ബോട്ടിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വരുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ അവിടെ ഒരു വീട്ടുകാരൻ വലട്ടാണ് ഇങ്ങനെ പിടിക്കേണ്ടത്. പാവപ്പെട്ട വീട്ടുകാരൻ കേട്ടോ. അപ്പം മാളോ എനിക്ക് എന്തോ ഒരു പൂവ് തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തന്നോളൂ. അപ്പം എനിക്കല്ലേ അപ്പോൾ ഇത് അതെ അപ്പൊ ഇത് അറിയാവുന്നവരോടൊന്ന് കമന്റ് അറിയാം. അപ്പൊ അറിയില്ല. അപ്പൊ ഗൈസ് ഈ പൂവിനെ കുറിച്ച് അറിയുന്നവരൊന്ന് കമന്റിലൂടെ വരട്ടെ. ഒന്ന് കമന്റിലൂടെ അറിയിക്കൊണ്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ പൂവ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ട്, ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ തോടും പാടും ഒന്ന് മഴക്കായി വെള്ളം കൂടിയപ്പോ അതെ അതാണ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ തോടിന്റെ അപ്പുറം ലാസ്റ്റ് അങ്ങ് കാണിച്ചു തരേട്ടാ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കാണിച്ചു തന്നത് പുരാതന കാലങ്ങളിൽ കാളപൂട്ട് ഇവിടെ ഇല്ലത്തെ വീട് എന്ന് പറയും പേര് മമ്മൂദ് ഹാജി കാളപൂട്ട് നടന്നിരുന്ന അതാണ് ഇപ്പം അങ്ങ് കാണിച്ചു തന്നത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഈ മനോഹരമായ പച്ചപ്പ് എല്ലാം അങ്ങ് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ അത് തോട്ടിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നതെല്ലാം കാണിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് ലേശം നമ്മൾ ലാസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ബാക്കിയെല്ലാം പറയാം. ഇതാണ് കാളപൂട്ട് കണ്ടം. അപ്പോൾ ചുഴി കുട്ടികളെല്ലാം ചുഴിയിൽ പെടാന്നൊക്കെ പറയില്ല, അതാണ് ഈ വരുന്നില്ല. ഇതാണ് ചുഴി മക്കളെ. ഇത് കണ്ടാൽ ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങരുതിട്ടാ. ഇതാ ഇതിലൊക്കെ ഒഴുക്കിപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ പറയില്ല. ഇങ്ങനത്തെ ചുഴിയിൽ പെട്ട് എന്നൊക്കെ പറയില്ല. ഇതിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതാ ഫിനിഷ്. പിന്നെ ഒന്നും നോക്കണ്ട മക്കളെ, തിരിഞ്ഞ് നേരെ നമ്മൾ അങ്ങോട്ട് താന്നു പോകുന്ന പറയുന്നത്. അതാണ് ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങിക്കൊണ്ട് വരുന്നത്. വഴിയിലൊക്കെ അങ്ങനെ തന്നെ. അപ്പം എന്നാലും അത് അവിടെയൊക്കെ കണ്ടില്ല അങ്ങനെ കറങ്ങി പോകുന്നത്. ഓക്കെ, എല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ മക്കളും വെള്ളത്തിന്റെ ഭാഗത്തേക്കൊക്കെ തോടിന്റെ ഭാഗത്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് നല്ല ചുഴിയത് അവിടെ. വെരി കെയർഫുൾ എല്ലാവരും കേട്ടോ. ഇപ്പൊ വെള്ളം കൂടുന്ന സമയമാണ്. ഇതാ കണ്ടില്ലേ. അപ്പൊ ഇതാണ് ചുഴി എന്ന് പറയുന്നത് ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ ഇട്ടാ. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. വെരി കെയർഫുൾ.
അല്ലല്ല ഇതാണ് ചുയി. എനിക്കറിയില്ല, ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞാട്ടാ. അങ്ങനെ പറയരുതിട്ടാ. എന്റെ ഒരു ഇത് പറഞ്ഞാണ്. ഇനിയിപ്പോ ചുയി അതാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും നമ്മുടെ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക തോടിന്റെ വക്കത്തൊക്കെ വരുമ്പോ. എന്റെ ഉമ്മാന്റെ അഞ്ചത്തി കുഞ്ഞാമാന്റെ മോളെ 11 വയസ്സ് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ളേ. ഇതേപോലെ ഇവര് വർഷക്കാലത്ത് അത് നല്ല വെള്ളം കുടിച്ചു പാടൊക്കെ ഒന്നായ അതില് സ്കൂളിട്ട് വന്ന് നേരെ തോട് കാണാൻ പോയതാണ്. ഇന്നും ആ നടുക്കം മനസ്സിന്ന് മാറിയിട്ടില്ല. സ്വന്തം അനിയത്തിയാണ് പോവാണ് കാണാൻ പോയത്. ഇതേപോലെ പാലത്തമ്മ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആ അതില് ഓള് വീണ്. പിന്നെ 3-ാമത്തെ ദിവസം ഒരു വ്യാഴാഴ്ച പോയിട്ട് വെള്ളി ശനിയാഴ്ചയാണ് പൊന്തിയത്. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു അനുഭവം. ഭയങ്കര പേടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴൊക്കെ കുട്ടികൾ കൊളത്തേക്ക് പോകാൻ പറഞ്ഞാലും ഞാൻ അയക്കല്. അതിന് ശേഷം മക്കളെ കൊളത്തേക്ക് ഞാൻ അയക്കൂല. ടെൻഷനുള്ള ഒരു കാര്യം സംഭവിച്ചു. ഇതേപോലെ തോട്ടിക്ക് ഇറങ്ങിയത് പൊന്നു ചക്രം. അപ്പോൾ ഗൈസ് ഈ വീട്ടിലേക്കുള്ള ഒരു വഴികളൊന്നും നോക്കിക്കാളി എന്താ അവസ്ഥ നോക്കി. നല്ല മഴക്കാലം വെള്ളം ഒഴുക്കൊക്കെ കൂടുമ്പോൾ ഈ വീട്ടിലേക്ക് കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ 2 ചെറിയ തെങ്ങിൻ്റെ തടിയിട്ടതാണ്. വെരി വെരി ഡേഞ്ചറാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഈ വീട്ടിലേക്ക് ഇതുവഴിയാണ് ആളുകളൊക്കെ കയറി പോകുന്നത്, ഈ വീട്ടിലുള്ളവരൊക്കെ. ഇതൊക്കെ ശരിക്കും ഇവർക്കൊരു പാലം ഇട്ട് കൊടുക്കേണ്ടതാണ് അധികൃതർ എന്നാണ് എൻ്റെ അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് കണ്ടില്ലേ എൻ്റെ അമ്മോ, ഈ വീട്ടുകാരുണ്ടില്ലേ നിങ്ങൾ ഈ വല വെച്ചിട്ടിങ്ങനെ ഒഴുകി പോകുന്ന തേങ്ങയൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് ഈ വീട്ടിൽ കിട്ടുക. പാവപ്പെട്ടവരാണ്. മാളിത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വെരി വെരി ഡേഞ്ചർ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. വെരി വെരി ഡേഞ്ചറാണ് ഇപ്പോഴോ. അത് പാളി കേറിക്കോ വേണ്ട. അപ്പോൾ അത് പാളി നേരത്തെ കയറി നിന്നിട്ടാ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ വന്നതാ, ഞങ്ങൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഒഴുകി തോട്ടിങ്ങൽ ഭാഗത്തേക്കാണ് ഈ തോട് ഒഴുകി പോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ വീണ്ടും വീണ്ടും ഒഴുകി. ഏടാ ഓടിയ തേക്കി കൂടാ. ഇനി ഓടിക്കാ റോട്ടുമ്മ കയറിയിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങാൻ പേടിയായിട്ട് ഇവിടെ കൊടുത്ത് ഇറക്കിയതാണ് പൊന്നുവിനെട്ടാ. നല്ല രസമുള്ള സ്ഥലം. ഇവിടെയൊക്കെ ഫുള്ള് പാടയുന്നല്ലോ. ഫുള്ള് നെൽപ്പാടങ്ങളെയും ഇങ്ങനെ കളിക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു കൊച്ചു കുട്ടനെ പരിചയപ്പെട്ട് വേഷം പഠിക്കാൻ നമ്മുടെ അടുത്ത്. വീട് എന്താ പേരെന്താ? നെസല്. എത്രാം ക്ലാസ് പഠിക്കണേ? 3-ല്. നല്ല പഠിക്കലില്ലേ? അപ്പോൾ നമ്മുടെ കുട്ടന്മാരെ കൂടെ ഒക്കെ ഇങ്ങനെ ഇവനും കൂടി ഇവന് കളിക്കണം ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് വെള്ളത്തേക്ക്. പക്ഷെ ആളിങ്ങനെ മടിച്ച് നിൽക്കണേ. റേഷൻ കടയ്ക്ക് വന്നാന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താ. ഓക്കെ, നിയമവിരുദ്ധാണ്. പക്ഷേ നിവൃത്തിയില്ല. ഇതാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ മറ്റേ 2 കിൻഡലാണ് ടോട്ടലി പോകുന്നത്. ഞാൻ ഏകദേശം 90 കിലോൻ്റെ മേലുണ്ട്. ഇതാ ഇവിടെ 80 കിലോ ഉണ്ട്. പിന്നെ ഇതാ സെൻട്രൽ ഫ്രണ്ടിൽ പെട്രോൾ മാക്സ്. ഈ പെട്രോൾ മാക്സ് എത്ര കിലോ ഉണ്ടാവും? അതിന്റെ ബാക്കിൽ 25, ഇതൊരു 12-15 കിലോ ഉണ്ടാവും. ടോട്ടൽ 2 കിൻഡലും 15 കിലോനുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് വലിയ തർക്കം അത്രയും വലിയ പോത്തുണ്ടാവില്ല. അർക്കോട്ടിലെ അതിലും വലിയ 2 പോത്തുകളാണ് ബാക്കിൽ ഇരിക്കുന്നത്. ഇത്രേ എന്തിന് കമ്മീഷൻ്റെ ആൾക്കാരാണ്.
ചാടിക്കോ. ആ ചാടാൻ പറ്റിയ നല്ല ചാടാൻ പറ്റിയ ചെറിയ തോട്, കുഞ്ഞു തോടാൻ കേട്ടാ. നല്ല തെളിഞ്ഞ് ഒഴിച്ചിട്ട് സ്ഥലമാണ്. അപ്പോൾ കലങ്ങി ഒഴിച്ചു നല്ല അവിടെ കച്ചറകളൊക്കെ അടഞ്ഞിട്ട് വല്ല വെള്ളമില്ല. മാളുവിന്റെ വീടിന്റെ അടുത്തുള്ള തോടും അതിനോട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ കണ്ടതില്ലേ? എന്താ ഇനി പറയാനുള്ളത്? ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് ഇവിടെ നിങ്ങളറിയാത്ത കുറെ ഓർമ്മകൾ. ഞാൻ അറിയാത്തേ ഇല്ല, ഒന്നുമില്ല. ആ ആയിക്കോട്ടെ. ഇവിടെ ഓടി നടന്നീന്ന് ആ ചെറുപ്പക്കാലത്ത് കണ്ട് പോയി കുറച്ച് വളരെ ചെറുപ്പത്തിലത്തെ കാര്യമല്ലേ പറയണേ? നല്ല വലിയതാവും. വലിയതായി എത്ര ഓർമ്മകള്. 10ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ. അപ്പോ അതിന്റെ ഓർമ്മകളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. കേട്ടാൽ ഓലൊക്കെ വലിയ തേഞ്ഞ ആൾക്കാരാണ്. നമ്മൾ വളരെ ഡീസന്റ് ആണ്, എല്ലാവർക്കും പറയണേ. കണ്ടപ്പോഴത്തേനെ തോന്നുന്നുണ്ട് ഡീസന്റ് ആണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാ ചെരുപ്പ് പോണേ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക അല്ലേ? കമന്റിലൊക്കെ ഒന്ന് വരും നിങ്ങൾ, നല്ലതായാലും ആകാത്തായാലും. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.